നമസ്കാരം. ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് അണ്ടറിൽ വരുന്ന ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന് കീഴിലേക്ക് റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇപ്പോൾ 20/11/2024 വന്നിട്ടുള്ള ഒരു റിക്രൂട്ട്മെൻ്റ് ആയിരുന്നു. വിവിധ സ്ട്രീമിലേക്കായിട്ട് വിളിച്ചിട്ടുണ്ട്. ഫിക്സഡ് ടെൻഡർ എഞ്ചിനീയർ ആയിട്ടാണ് പോസ്റ്റിൻ്റെ പേര് വന്നിരിക്കുന്നത്. ഡിസിപ്ലിൻ നോക്കുന്ന സമയത്ത് ഇലക്ട്രോണിക്സ് ഉണ്ട്, മെക്കാനിക്കൽ ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്. ഇത്രയും സ്ട്രീമിലേക്കായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. വിവിധ സ്ഥലങ്ങളിലായിട്ടായിരിക്കും നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഉണ്ടാവുക. ബാംഗ്ലൂർ വന്നിട്ടുണ്ട്, അംബാല, ജോധ്പൂർ ആൻഡ് ബാറ്റിൻഡ വന്നിട്ടുണ്ട്, മുംബൈ ആൻഡ് വിസാഖ് വന്നിട്ടുണ്ട്, വിസാഖ് ഡൽഹി, ഇൻഡോറിൽ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഗാസിയാബാദിലും വന്നിട്ടുണ്ട്. ഇപ്പോൾ വിവിധ സ്ഥലങ്ങളിലേക്കായിട്ട് അത്യാവശ്യം നല്ല വേക്കൻസി വന്നിട്ടുണ്ട്. ടോട്ടൽ ഏതാണ്ട് ഓരോ സ്ട്രീമും നോക്കുന്ന സമയത്ത് ഇലക്ട്രോണിക്സിലേക്ക് ബാംഗ്ലൂരിലേക്കാണെങ്കിൽ 48 വേക്കൻസി വന്നിട്ടുണ്ട്. മെക്കാനിക്കൽ 52, കമ്പ്യൂട്ടർ സയൻസ് 75, ഇലക്ട്രിക്കൽ 2. അംബാല, ജോധ്പൂർ ആണ് എങ്കിൽ ഇലക്ട്രോണിക്സിലേക്ക് 3 വേക്കൻസി. മുംബൈ ആൻഡ് വിസാഖിലേക്ക് ഇലക്ട്രോണിക്സിലേക്ക് 24 വേക്കൻസി വന്നിട്ടുണ്ട്. വിസാഖ്, ഡൽഹി ആൻഡ് ഇൻഡോറിലേക്കാണെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന് 10 വേക്കൻസി. ഗാസിയാബാദിലേക്ക് ഇലക്ട്രോണിക്സിന് 10, കമ്പ്യൂട്ടർ സയൻസിന് 5. അങ്ങനെ URന് ആകെ മൊത്തം 99ഓളം വേക്കൻസി വന്നിട്ടുണ്ട്. EWSന് 20, OBCക്ക് 61, SCക്ക് 32, STക്ക് 17. ഇങ്ങനെയായിട്ടാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷനും ഏജ് ലിമിറ്റൊക്കെ നോക്കുന്ന സമയത്ത് ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് 28 വയസ്സാണ് മിനിമം. മാക്സിമം ഏജ് ലിമിറ്റ് വന്നിരിക്കുന്നത് 28 വയസ്സാണ് URന്. SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 5 വർഷത്തെയും OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 3 വർഷത്തെയും വയസ്സിളവൊക്കെ ലഭിക്കുന്നതാണ്. 1/11/2024 ഡേറ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ ഏജൊക്കെ കണക്കാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വന്നിരിക്കുന്ന ക്വാളിഫിക്കേഷൻ BE, BTech, BSc ഒക്കെ കഴിഞ്ഞിട്ടുള്ളവർക്ക് നമ്മൾ പറഞ്ഞിട്ടുള്ള സ്ട്രീമിൽ നിങ്ങൾക്ക് BE, BTech, BSc കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, കമ്മ്യൂണിക്കേഷൻ, ടെലികമ്മ്യൂണിക്കേഷൻ ഈ സ്ട്രീമിലൊക്കെ നിങ്ങൾ വിജയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. ഇതിലേതെങ്കിലും ഒരു സ്ട്രീമിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ BE, BTech അല്ലെങ്കിൽ BSc സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ അപ്ലൈ ചെയ്യാം. മെക്കാനിക്കൽ ആണെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെക്കാട്രോണിക്സ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആൻഡ് മാനേജ്മെൻറ്റ്. കമ്പ്യൂട്ടർ സയൻസിൻ്റെ കാര്യം നോക്കുമ്പോൾ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ IT അല്ലെങ്കിൽ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡാറ്റ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ സ്ട്രീമിലാണെങ്കിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിലേക്ക് മെയിനായിട്ട് വന്നിരിക്കുന്ന കാര്യങ്ങൾ. ക്വാളിഫിക്കേഷൻ മാർക്കിൻ്റെ കൂടെ പറയുന്നുണ്ട്. ജനറൽ OBC EWS ആണെങ്കിൽ 35% മാർക്ക് നിങ്ങൾ എക്സാമിൽ വാങ്ങേണ്ടതാണ്. SC ST PWBD കാൻഡിഡേറ്റ്സ് ആണ് 30% മാർക്ക് നേടിയാൽ നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കുള്ളൂ. ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടാം. അതുവരെ ബൈ.